ഈ പൊളിക്കേണ്ടി വരുമെന്ന് ചിലർ പൊളിക്കുന്നതിലാണ് അവരുടെ പവർ കാണിക്കുന്നത്. അത് ഞാൻ വന്ന് കുറെ കറക്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് കുറെ പൊളിച്ചു എന്ന് പറയാൻ ഇഷ്ടപ്പെടുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ ഞാനൊന്നും ആ കൂട്ടത്തിൽ, ഒന്നാമത് ഞാൻ കൺസ്ട്രക്ഷന്റെ ആളായതുകൊണ്ട് തന്നെ എനിക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ കെട്ടുക എന്നുള്ള, പൊളിക്കുക എന്നുള്ളത് എനിക്ക് അത്ര ഒരു ഇഷ്ടമുള്ളൊരു കാര്യമല്ലാത്തത് കൊണ്ട് തന്നെ പൊളിക്കുന്നത് ഏറ്റവും ലീസ്റ്റ് പ്രയോറിറ്റിയിലാണ് ഞാൻ സാധാരണ കൊണ്ടുപോകുന്നത്. അതൊരിക്കലും ഒരു മാജിക് പോലെ പെട്ടെന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കാര്യങ്ങൾ വന്നപ്പോൾ ഇങ്ങനെ ചേഞ്ച് വരുന്നു എന്ന് നമ്മൾ ചിന്തിക്കരുത്. കാര്യം ഇത് നിങ്ങളുടെ ഓരോ ജീവിതത്തിന്റെ ഓരോ ലെയറുകളിലും ഇത് സ്പർശിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വാസ്തു എന്ന് പറയുന്ന ഡീപ്പ് ലെവലിൽ നിങ്ങളുടെ ആത്മാവിനെ വരെ സ്പർശിക്കും എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കാനുള്ളത്. എൻ്റെ അടുത്തൊരു സുഹൃത്ത് ചോദിച്ചു, വാസ്തു വീട്ടിൽ നോക്കണമെന്നുണ്ട്, പക്ഷെ നോക്കാൻ വന്നാൽ നിങ്ങൾ ഒരുപാട് ഇടിച്ചു പൊളികളൊക്കെ ചെയ്യില്ലേ, കറക്ഷൻ ദോഷങ്ങൾ എന്തായാലും കാണും, അപ്പം അങ്ങനെയാണെങ്കിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പുള്ളിയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ ഒരിക്കലും വാസ്തു എന്ന് പറഞ്ഞ് ഇടിച്ചു പൊളിപ്പല്ല, അത് ആദ്യം മനസ്സിലാക്കുക. അതിന് വ്യക്തമായിട്ടുള്ളൊരു പ്രോട്ടോകോൾ ഉണ്ട്. ഹായ്, നമസ്കാരം. വാസ്തുഗ്രഹത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഒരു വീടിന്റെ വാസ്തു വിശകലനം ചെയ്യണമെന്നിരിക്കട്ടെ. അപ്പോൾ ആദ്യത്തെ ഒരു വാസ്തു കൺസൾട്ടന്റ് എന്ന നിലയിൽ ഞാനൊക്കെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആ വീട്ടിനകത്ത് എല്ലാ കോർണറുകളിലും, എല്ലാ പോയിന്റുകളിലും, മെയിൻ പോയിന്റുകളിലും, ലൈഫ് എനർജി നിൽക്കേണ്ട പോയിന്റുകളിലും എല്ലാം എനർജി അസസ്മെന്റ് നടത്തും. അസസ്മെന്റ് എന്ന് പല രീതിയിലാണ്. നമുക്ക് ഇൻഡ്യൂഷനായിട്ട് തോന്നുന്ന ചില കാര്യങ്ങൾക്കപ്പുറം ഇതിന്റെ സ്ഥാനങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഇമ്പാക്ട്, ലൈറ്റും എയറും എങ്ങനെ കടന്നു വന്നിട്ടുണ്ട്, ഇങ്ങനെ ഒരുപാട് വേരിയസ് പോയിന്റുകളെ ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു കൺക്ലൂഷനിൽ എത്തുന്നത്. ഇതിനകത്ത് എനർജി ഉണ്ടോ, ഒപ്പം തന്നെ പെൻഡുലം പോലുള്ള സ്പിരിച്വൽ ടൂളുകൾ ഉപയോഗിക്കും. അപ്പൊ ഇതെല്ലാം നമ്മൾ ചെയ്തിട്ട് അതിൽ നിന്നാണ് നമ്മളൊരു കൺക്ലൂഷൻ എത്തുന്നത്. ഈ വീടിന്റെ എനർജി എത്രമാത്രം മികച്ചു നിൽക്കുന്നു, അല്ലെങ്കിൽ ഇത് എത്രമാത്രം നമുക്ക് ഇതിനകത്ത് കറക്ഷൻസ് ചെയ്യേണ്ടി വരും എന്നുള്ളൊരു തോട്ട് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ബേസിക്കലി ഇത്തരം കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന സമയത്ത് ചില സമയങ്ങളിൽ ചില വേണ്ടായ്മകൾ ഉണ്ടാവും. അതായത് നമ്മൾ പാടില്ലാത്തതായിട്ടുള്ള ചില കാര്യങ്ങൾ ആ സമയങ്ങളിൽ പൊളിക്കേണ്ടി വരും. പൊളിക്കുക എന്ന് പറയുന്ന ഏറ്റവും ലാസ്റ്റ് ഓപ്ഷൻ ആയിട്ടാണ് എപ്പോഴും നമ്മൾ കാണുന്നത്. ഈ പൊളിക്കേണ്ടി വരുമെന്ന് ചിലർ പൊളിക്കുന്നതിലാണ് അവരുടെ പവർ കാണിക്കുന്നത്. ഞാൻ വന്ന് കുറെ കറക്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് കുറെ പൊളിച്ചു എന്ന് പറയാൻ ഇഷ്ടപ്പെടുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ ഞാനൊന്നും ആ കൂട്ടത്തിൽ, ഒന്നാമത് ഞാൻ കൺസ്ട്രക്ഷന്റെ ആളായതുകൊണ്ട് തന്നെ എനിക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ കെട്ടുക എന്നുള്ള, പൊളിക്കുക എന്നുള്ളത് എനിക്ക് അത്ര ഒരു ഇഷ്ടമുള്ളൊരു കാര്യമല്ലാത്തത് കൊണ്ട് തന്നെ പൊളിക്കുന്നത് ഏറ്റവും ലീസ്റ്റ് പ്രയോറിറ്റിയിലാണ് ഞാൻ സാധാരണ കൊണ്ടുപോകുന്നത്. പക്ഷെ ചില ഘട്ടങ്ങളിൽ പൊളിക്കേണ്ടി വരുന്ന അവസ്ഥ വന്നാൽ തീർച്ചയായിട്ടും പൊളിക്കുക തന്നെ വേണം. ഇപ്പൊ ഡിമോളിഷൻ മാത്രം ആദ്യം നമ്മൾ ചെയ്യുന്ന ഫർണിച്ചർ ലേഔട്ട് പോലുള്ള ചെറിയ കൊച്ചു കൊച്ചു സാധനങ്ങളിൽ തുടങ്ങുന്ന കറക്ഷൻ, വിൻഡോ ഡോർ പോലുള്ള കാര്യങ്ങളിൽ വരുന്ന കറക്ഷൻ, ഇതെല്ലാം നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഔട്ടറിൽ ആരുടം പൂർണ്ണതയിലേക്ക് എത്തുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള കറക്ഷൻസ്, ഇതെല്ലാം ചെയ്ത് വന്നതിന് ശേഷം ഇപ്പോ ചില പർട്ടിക്കുലർ പോയിന്റുകളിൽ നമുക്ക് പൊളിച്ചേ പറ്റൂ എന്ന് പറഞ്ഞാൽ നമ്മളത് പൊളിക്കേണ്ടി വരും. പൊളിപ്പ് എന്ന് പറയുന്നത് ആ ഒരു ആംഗിളിൽ, വീടിന് നല്ലൊരു ലെവലിലേക്ക് എത്തിക്കാൻ എന്നുള്ള ആംഗിളിൽ ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. വാസ്തുവില് ഡിമോളിഷന്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഏറ്റവും ലീസ്റ്റ് ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കണക്കാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഒരിടത്ത് സ്ട്രക്ചർ കെട്ടിപ്പോയി, ഒരു സ്പേസ് എൻക്ലോസ് ചെയ്ത് പോയി, അപ്പൊ അതിനകത്തുള്ള ഡീവിയേഷൻസിനെ വരുത്തുന്നതിന് നമുക്കൊരു സ്പെഷ്യൽ പ്രോട്ടോകോൾ ഉണ്ട്. ഇതിനൊരു ഓർഡർ ഉണ്ട് എനിക്ക്. ഇപ്പം ഈശാന കോണിൽ ഇത്ര സ്കോർ വേണം, അല്ലെങ്കിൽ കന്നിമൂലയിൽ ഇത്ര സ്കോർ വേണം. അത് കഴിഞ്ഞിട്ട് സൂത്രങ്ങൾ തമ്മിലുള്ള വിന്യാസങ്ങൾ കൃത്യമാണോ എന്നുള്ളത് നോക്കുക. പിന്നെ ഈ പറഞ്ഞ സെപ്റ്റിക് ടാങ്ക്, കിണർ പോലുള്ള കാര്യങ്ങൾ കറക്റ്റ് സ്ഥാനത്താണോ എന്ന് നോക്കുക. ഇങ്ങനെ ബേസിക് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ, വസ്തുവിന്റെ ഷേപ്പ് നോക്കുക, വീടിന്റെ ഷേപ്പ് നോക്കുക, ആരുടം നോക്കുക, ഇങ്ങനെ എല്ലാം ഓരോ ഓർഡറിൽ സ്കോർ തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷമാണ് ഒരു റെക്കമെൻഡേഷനിലേക്ക് നമ്മൾ പോകുന്നത്. ചില കാര്യങ്ങൾ നമുക്ക് നിർബന്ധമായിട്ടും ചെയ്യിപ്പിക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് പറയുന്നതാണ്. പക്ഷെ ഇത് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നാളെ തന്നെ ഇതിന്റെ റിസൾട്ട് കിട്ടുമെന്ന് ചോദിക്കുന്നവരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, വെയിറ്റ് ചെയ്യേണ്ടി വരും. നമുക്കങ്ങനെ പെട്ടെന്നൊന്നും ഒരു റിസൾട്ട്, ഇത് നമ്മളുടെ മൈൻഡ് സ്റ്റേറ്റ് മാറ്റുകയും, മൈൻഡ് സെറ്റ് മാറ്റുകയും, നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് മാറ്റുകയും ചെയ്തിട്ട് നമ്മളിലൂടെ തന്നെ കൺവേർട്ട് ചെയ്ത് മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ് ശരിക്കും പറഞ്ഞു.
അതൊരിക്കലും ഒരു മാജിക് പോലെ പെട്ടെന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കാര്യങ്ങൾ വന്നപ്പോൾ ഇങ്ങനെ ചേഞ്ച് വരുന്നു എന്ന് നമ്മൾ ചിന്തിക്കരുത്. കാര്യം ഇത് നിങ്ങളുടെ ഓരോ ജീവിതത്തിന്റെ ഓരോ ലെയറുകളിലും ഇത് സ്പർശിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വാസ്തു എന്ന് പറയുന്ന ഡീപ്പ് ലെവലിൽ നിങ്ങളുടെ ആത്മാവിനെ വരെ സ്പർശിക്കും എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കാനുള്ളത്. അപ്പൊ നമ്മൾ ആ രീതിയിൽ ഇതിന് പ്രാധാന്യം കൊടുക്കുക. പൊളിക്കേണ്ടടുത്ത് പൊളിക്കുക, കെട്ടേണ്ടടുത്ത് കെട്ടുക. കെട്ടണം, പൊളിക്കണം, ഇതെല്ലാം ചെയ്ത് കൃത്യതയോടുകൂടി വാസ്തുവിൽ എത്തിക്കഴിഞ്ഞാൽ, നല്ല വാസ്തുവിൽ എത്തിയെന്ന് ബോധ്യമായാൽ മാത്രം നിർത്തുക. ഇതാണ് കാര്യം. ഇപ്പൊ സാധാരണ ഒരു മെയിൻ്റെനൻസ്, ഇപ്പൊ ഞാനൊരു വാസ്തു ഓഡിറ്റ് എന്നൊക്കെ പറഞ്ഞ ഒരു പ്രോസസ്സിൽ ഒരു വീടിന്റെ വാസ്തു ഓഡിറ്റ് നടത്താനായിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ഈ വാസ്തു ഓഡിറ്റിൽ റെക്കമെൻഡേഷൻസ് ലാസ്റ്റ് കൊടുക്കും. അപ്പൊ ആ ചേഞ്ചുകൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഇത് കൃത്യമായി മനസ്സിലാക്കുന്ന ഒരാളിനെ കൊണ്ടുവേണം ചെയ്യിപ്പിക്കാൻ. ഞാനൊക്കെ സാധാരണ ഞാൻ പോകുന്ന സ്ഥലത്ത് ഞാൻ തന്നെയാണത് രണ്ടാമത് ചെയ്തു കൊടുക്കുന്നത്. കാര്യം വേറൊന്നും കൊണ്ടല്ല, നമ്മൾ വേറൊരാളേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ ഈ ഉദ്ദേശം അവിടെ നടക്കില്ല. പലപ്പോഴും ചേഞ്ച് ചെയ്ത് വരുന്നത് കൃത്യതയോടുകൂടി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മാറ്റങ്ങൾ വരാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഞാൻ പറയും, ഞാൻ തന്നെ അത് ചെയ്തു തരാം. എനിക്ക് കൺസ്ട്രക്ഷൻ വിങ് ഉള്ളത് കൊണ്ടും ചെയ്യാൻ പറ്റുന്നത് കൊണ്ടും ഞാൻ അത്തരം കാര്യങ്ങൾ ഞാൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് നല്ല രീതിയിൽ റിസൾട്ട് വന്നതായിട്ട് പിന്നീട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ദോഷങ്ങൾ മാറുന്ന ഒരവസ്ഥ മൈൻഡിൽ തന്നെ അങ്ങനെ ഒരു സംഭവം വന്നാൽ തന്നെ നല്ലൊരു ചേഞ്ചാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ദോഷങ്ങൾ എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള പല ദോഷങ്ങളെ പറ്റി നമ്മൾ പറയും. ഇപ്പൊ അഗ്നി കോണിൽ കിണറിരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഈശാന കോണിൽ സെപ്റ്റിക് ടാങ്ക് ഇരിക്കുന്ന അവസ്ഥ, ഇങ്ങനെ പോലുള്ള ഏറ്റവും പ്രശ്നകരമായിട്ടുള്ള സ്ഥലങ്ങൾ, വായു കോണിലെ കിണർ, ഇതെല്ലാം വിഷയങ്ങളാണ്. ഈ വിഷയങ്ങളെ നമ്മൾ അതിനർഹിക്കുന്ന വെയിറ്റേജിൽ അനലൈസ് ചെയ്ത് മാത്രമാണ് നമ്മൾ അതിനകത്ത് ഒരു സൊല്യൂഷൻ പറയുന്നത്. വാസ്തു എന്ന് പറയുന്നത് പൊളിക്കൽ മാത്രമല്ല, കെട്ടലുമാണ്. പൊളിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊളിക്കും, ആവശ്യമുണ്ടെങ്കിൽ മാത്രം പൊളിക്കും. ഇത്തരം പറഞ്ഞ വീഡിയോ അവസാനിപ്പിക്കുന്ന മറ്റു നല്ല വീഡിയോ നിങ്ങളും എത്തുന്നവരെ നന്ദി, നമസ്കാരം.